ഈ വർഷം സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം തഗ് ലൈഫ്. നായകൻ എന്ന ചിത്രത്തിന് ശേഷം മണിരത്നം, കമൽഹാസൻ കോംബോ, കൂടെ സിലംബരസൻ, തൃഷ, അശോക് സെൽവൻ, അഭിരാമി ഉൾപ്പെടെ വൻ താരനിരയും. തിരക്കഥ കമൽഹാസൻ ആൻഡ് മണിരത്നം, സംഗീത സംവിധാനം AR റഹ്മാൻ. ഇങ്ങനെ നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടായിരുന്നിട്ട് പോലും പ്രതീക്ഷിക്കത്ത് വളരാത്ത ചിത്രമായി തഗ് ലൈഫ് മാറുകയാണ് ഉണ്ടായത്. 1994 ഒരു പോലീസ് ഷൂട്ടൌട്ട്. ആ ഷൂട്ടൌട്ട് അവിടുത്തെ മെയിൻ മാഫിയ ഗാങ്ങിലെ ലീഡർ രംഗരായ ശക്തിവേൽ നായ്ക്കറിനും സഹോദരൻ മാണിക്യത്തിനും അവരുടെ കൂട്ടാളികൾക്കും എതിരെയാണ്. ആ ഷൂട്ടൌട്ടിൽ ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യാൻ വരുന്ന ഒരാളെ അവർക്ക് കൊല്ലേണ്ടി വരുന്നതും ആ മരണപ്പെട്ട ആളുടെ മകൻ അമറിനെ ശക്തിവേൽ ദത്തെടുത്ത് വളർത്തുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. ഇങ്ങനെ നല്ലൊരു തുടക്കം സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പോകെ പോകെ സ്ഥിരം ഗാങ്സ്റ്റർ സിനിമയുടെ ടെംപ്ലേറ്റിലേക്ക് സിനിമ ഒതുങ്ങി പോവുകയാണ്. ആകെ ഉണ്ടായിരുന്ന വ്യത്യാസം ഇന്ത്യൻ സിനിമയിലെ സ്ഥിരം ഗാങ്സ്റ്റർ സ്പോട്ടായ മുംബൈ മാറ്റി ഡൽഹി ആക്കിയതാണ്. സിനിമാറ്റോഗ്രഫിയും ആക്ഷൻ സീൻസും ഒക്കെ നല്ലതായിരുന്നു. കമൽഹാസന്റെ ഡി-ഏജിംഗ് സീൻസും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. AR റഹ്മാന്റെ ഗാനങ്ങൾ നല്ലതാണെങ്കിൽ പോലും നല്ലൊരു പ്ലേസ്മെന്റ് പലതിനും കിട്ടിയിട്ടില്ല. ഓവറോൾ പണ്ട് തൊട്ട് കണ്ടുവരുന്ന ഗാങ്സ്റ്റർ റിവെഞ്ച് മൂവി ടെംപ്ലേറ്റിൽ പുതിയതൊന്നും അവകാശപ്പെടാനില്ലാത്ത മണിരത്നത്തിന്റെ വക ഒരു പടം. இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா